എല്ലാവർക്കും BMS ടാക്കീസിലേക്ക് സ്വാഗതം. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് റിവ്യൂ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ ലൈവ് കുറച്ച് നേരം കണ്ടിരുന്നുണ്ടെങ്കിലും കൂടുതൽ ലൈവ് വീഡിയോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ എപ്പിസോഡാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് ലാസ്റ്റ് കുറച്ച് ഭാഗം നമ്മളെല്ലാം കരയിപ്പിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് അനീഷിൻ്റെ. അത് എല്ലാവരും എപ്പിസോഡ് കാണണം. എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോസ് മുന്നോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇന്ന് രാവിലെ പതിവ് പോലെ തന്നെ സോങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തു. അതായത് ബിഗ് ബോസ് വീട്ടിൽ ആദ്യം വന്നപ്പോൾ നല്ല പവർഫുള്ളായിട്ട് ഇരുന്ന ഗെയിമർ ഇപ്പം ഗെയിമെല്ലാം പോയി ഡൗണായിട്ട് നിൽക്കുന്ന ആളാരാണെന്നും, അതുപോലെ ആദ്യം നല്ല ഡൗണായിരുന്നിട്ട് ഇപ്പം നല്ല രീതിയിൽ കളിക്കുന്ന ഗെയിമർ ആരാണെന്നും പറയണമെന്നുള്ളൊരു ടാസ്ക്കാണ്. അതിലെല്ലാവരും അത്യാവശ്യം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ അനീഷ് പറഞ്ഞത് ആദ്യം വന്നപ്പോൾ നല്ല രീതിയിൽ കളിച്ച് പിന്നെ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആദില എന്നും, പിന്നെ അതുപോലെ ആദ്യം ഗെയിം ഇല്ലാതെ ഇപ്പം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നൂറ എന്നും അനീഷ് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ടാസ്ക് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം അവിടെ ഷാനവാസും ബിന്നിയും തമ്മിൽ എന്തോ ചപ്പാത്തിയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാവുന്നു. അതിനുശേഷം ഈ ബസ്സൽ കഴിവാൻ വേണ്ടിയിട്ട് അനീഷ് ആദിലെ പോയി വിളിക്കുന്നുണ്ട്. ആദിലെ കുറേ തവണ വിളിച്ച് അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ജിഷിൻ പാത്രം കഴുകി കുറേ സമയം അനീഷ് അവിടെ വെയിറ്റ് ചെയ്തിട്ടും ആദില വന്നില്ല. അവസാനം അനീഷ് ആദിലെ അങ്ങോട്ട് പോയി വിളിച്ചപ്പോഴും ആദില കുറേ തർക്കുത്തരങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ എന്ത് ചെയ്ത് അവസാനം അനീഷ് കഴിവാന്നും പറഞ്ഞ് പോയി. അങ്ങനെ പോയ അനീഷിൻ്റെ പിറകെ വന്ന ആദില അനീഷിൻ്റെ ബെഡെല്ലാം വലിച്ചിട്ട് അനീഷിൻ്റെ ദേഹത്ത് വേസ്റ്റ് വെള്ളം ഒഴിച്ചിരിച്ചു. ആദില എന്താണ് ഈ കാണിക്കുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. ആദിലയ്ക്ക് എന്തോ പേഴ്സണൽ ഗ്രഡ്ജ് അനീഷിനോട് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആദിലയുടെ ഫാദറിൻ്റെ അതേ സ്വഭാവമുള്ള പക്ഷേ അനീഷിനെ നമുക്കറിയാം. അനീഷ് ഇങ്ങനെ നിർബന്ധമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ആദിലയുടെ അച്ഛനായിട്ട് സാമ്യമുള്ളത് കൊണ്ടാണോ ആദില അനീഷിനെ ഇത്രയും ഇറിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ കാണിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്. അപ്പം അനീഷ് വെള്ളമെല്ലാം ദേഹത്ത് വീണു. അതിനുശേഷം അനീഷ് ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. അനീഷിൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും കണ്ടസ്റ്റൻസ് ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഫിസിക്കൽ അസൾട്ട് നടന്ന് ആ കണ്ടസ്റ്റൻസ് പുറത്തു പോയേനെ. അനീഷ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ക്ഷമിച്ച് അവിടെ നിന്നത്. ഇതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം അനീഷ് ഇതൊക്കെ പോയി. അതിനുശേഷം ടാസ്ക് വന്നു, ഒരു ബോട്ടിൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കിട്ടുന്ന ഒരു ടാസ്ക്കാണ്. ഇവർ മുമ്പുള്ള ടാസ്ക് എല്ലാം കുളമാക്കിയതുകൊണ്ട് ഇത്തവണ ടാസ്ക് നടത്തിയത് ബിഗ് ബോസ് ആണ്. അതുകൊണ്ട് ടാസ്ക് കുളമാക്കാൻ പറ്റിയില്ല. അതിനുശേഷം ടാസ്ക് വന്നു, ടാസ്ക് കളിച്ചു. അതിൽ ഇമ്മ്യൂണിറ്റി കിട്ടിയത് ബിന്നിക്ക് ഇമ്മ്യൂണിറ്റി കിട്ടി. അതിനുശേഷം വൈകുന്നേരം വീണ്ടും ഒരു സ്പോൺസർ ടാസ്ക് ഉണ്ട്. ഇതിനിടയിൽ ഇന്നലെ അനീഷിൻ്റെ കോയിന് ഈ ആദിലേക്ക് അടിച്ചു മാറ്റിയിരുന്നു. എന്നിട്ട് ഇന്ന് രാവിലെ ഈ പ്രശ്നത്തിന് ശേഷം ആദില ഈ കോയിന് ഷാനവാസിൻ്റെ കൊടുത്തിട്ട് അയാൾക്ക് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ കോയിൻ ഇപ്പം ഷാനവാസിൻ്റെ കയ്യിലാണ്. അപ്പം ഈ ടാസ്ക് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് അനീഷ് കോയിനെ പറ്റി പറയുന്നുണ്ട്. എനിക്കത് ഡയറക്ടറിൻ്റെ ഇത് കിട്ടിയതാണ്, നിങ്ങളൊക്കെ സിനിമാ താരങ്ങളാണ്, നിങ്ങൾക്കൊക്കെ സ്ഥിരം കിട്ടുന്നതാണ്. പക്ഷേ ഞാൻ ജിത്തു ജോസഫ് പോലത്തെ ഒരു വലിയൊരു സംവിധായകൻ്റെ മുന്നിൽ കഥ പറഞ്ഞ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു കോയിനാണ്. അപ്പോൾ അതെനിക്ക് അത്രയും മൂല്യമുള്ളതാണ്, അതുകൊണ്ട് എനിക്കത് വേണമെന്നൊക്കെ പറഞ്ഞ് അനീഷ് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഷാനവാസ് എന്ത് ചെയ്യാണ്? ഷാനവാസിൻ്റെ കയ്യിൽ കോയിനുണ്ട്, എന്നിട്ട് പോലും ഷാനവാസ് അനീഷിനിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം അനീഷ് ക്യാമറയുടെ മുമ്പിൽ പോയി പറഞ്ഞ് ബിഗ് ബോസ് കോയിൻ്റെ കാര്യം പറയാൻ വേണ്ടി പോയപ്പം അവിടെയും ഷാനവാസും ജിഷിനും കൂടെ വന്ന് അനീഷിനെ പ്രകോപിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു സ്പോൺസർ ടാസ്ക് വന്നു, മൈജിയുടെ ടാസ്ക്. അതിലും അനീഷ് അനുവും കൂടി ഇത് ടി വിയിൽ പടം കണ്ട് അത് എവിടെയാണോ ഉള്ള കോളത്തിൽ വന്ന് ഒരുമിച്ച് നിൽക്കും. എല്ലാവരും കൂടെ ആ കോളത്തിൽ നിൽക്കണം, ഒരാൾക്കേ നിൽക്കാൻ പറ്റുള്ളൂ. 2 പേര് വന്നു കഴിഞ്ഞാൽ അതിൽ ഒരാൾ പുറത്താണ്. അങ്ങനെ അനുവും അനീഷും തമ്മിൽ ആദ്യം ഒരു അടി ഉണ്ടായി. അപ്പോൾ ബിഗ് ബോസ് ആ റൗണ്ട് റെഡാക്കി. വീണ്ടും 2ാമത്തെ റൗണ്ട് പോയി. 3ാമത്തെ റൗണ്ട് ആയപ്പം ഫസ്റ്റ് അനീഷ് വന്ന് അവിടെ കുത്തിയിരുന്ന സമയത്ത് ജിഷിൻ വന്ന് അനീഷിനെ പിടിച്ച് തള്ളി.
അപ്പോൾ അനീഷ് എന്തോന്നു ജിഷിൻ്റെ കാലിൽ പിടിച്ചു കൊണ്ടിരുന്ന ഞാനാണ് ഇവിടെ ഇരിക്കുന്നതെന്നും പറഞ്ഞ് അനീഷ് സ്ഥിരം പറയുന്നത് പോലെ ഞാൻ മാറില്ല എന്നും പറയുന്നത്. അപ്പം ജിഷിൻ അനീഷിനെ ചവിട്ടാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്ത് ഷാനവാസ് പറഞ്ഞ് അനീഷാണ് ഫസ്റ്റ് വന്നിരുന്നത്, അതുകൊണ്ട് ജിഷിൻ അങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോയി. തുടർന്ന് പുറത്തിറങ്ങി വീണ്ടും കോയിൻ്റെ വിഷയമൊക്കെ ആയിട്ട് അനീഷ് അങ്ങനെ നടക്കുകയാണ്. എന്നിട്ടും ഷാനവാസ് ആരും കോയിൻ കൊടുക്കുന്നില്ല. ലാസ്റ്റ് മനസ്സിലായി, എല്ലാവരും തന്നെ ചതിക്കുകയാണെന്ന് മനസ്സിലായി. ലാസ്റ്റ് ഒറ്റയ്ക്കിരുന്ന് ഒരു കോർണറിലിരുന്ന് അനീഷ് സൗഹൃദത്തിന് വലയിൽ വീണു പോയി. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ പറഞ്ഞ് ആകപ്പാടെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടത്. അപ്പോൾ എനിക്ക് ഈ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ അനീഷിനെ വരുന്നവനും പോകുന്നവനും എല്ലാം ഇട്ട് കൊട്ടുകയാണ്. ഈ എപ്പിസോഡിനിടയ്ക്ക് നെവിൻ ഒരു കാര്യം പറഞ്ഞു. ഇന്നലത്തെ ടാസ്കിനിടയിൽ നെവിനും അനീഷിൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചു എന്നുള്ളത്, അത് അഭിലാഷാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ ഈ വരുന്നവരും പോകുന്നവരെല്ലാം അനീഷിനെ എങ്ങനെ ഇട്ട് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജിഷിൻ ഒരു കാര്യവും ഇല്ലാതെ അനീഷിനെ ചവിട്ടി, എന്നിട്ട് എന്തോന്ന് അടിക്കും, എന്തൊക്കെയോ ഭീഷണിപ്പെടുത്തി. പോരാത്തതിന് ഇന്ന് ആദില അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വെള്ളം കോരി ഒഴിക്കുന്നു. എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? ഈ അയാൾ കോമണർ ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ സെലിബ്രിറ്റി അല്ലാത്തതുകൊണ്ടാണോ അയാൾക്കെതിരെ ഇത്തരം ഒരു ഇങ്ങനെ അവരെ ദ്രോഹിക്കുന്നത് എന്നാണ് എനിക്കറിയേണ്ടത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും സീസൺ 7 കപ്പ് അനീഷ് തന്നെയായിരിക്കും അടിക്കുന്നത്. പക്ഷെ അനീഷിൻ്റെ ക്ഷമ പറയാതിരിക്കാൻ പറ്റൂല ഇന്ന്. കാരണം അനീഷ് അല്ലാതെ വേറെ ഏതെങ്കിലും കണ്ടസ്റ്റൻസ്, ഇപ്പം റോബിനോ അഖിൽ മാരാരോ സാബുവോ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇന്ന് ആദിലേക്ക് നല്ലത് കിട്ടിയേനെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാനുള്ളത്. അപ്പം വീണ്ടും നാളെ പുതിയ ലൈവ് അപ്ഡേറ്റ്സുകളുമായിട്ട് നാളെ ഞാൻ കാണാം. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ബൈ.